ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ജോബീസിൻ്റെ ടോണർ അടിച്ചു കൊടുക്കാം. ഇത് പ്ലമ്മിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയേക്കുന്നതാണ് കേട്ടോ, സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നിവിയയുടെ ലിപ് ബാം എടുത്തിട്ട് ചുണ്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന സെറം വന്നിട്ട് പോൺസിൻ്റെതാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളൊരു സെറമാണ് ഇത്. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനോ അതുപോലെ സ്കിൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റപ്പ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറായിട്ട് പോൺസിൻ്റെ ജെല്ലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസറിൽ ഒന്നാണിത്. കാരണം ഒട്ടും തന്നെ നമ്മൾ ഫേസിനെ ഓയിലി ആക്കില്ല, പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബായി നല്ല ഒരു ഫിനിഷിങ് തരുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ, ഇത് രണ്ടുമാണ് കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് രണ്ടും അത്യാവശ്യം എഫക്റ്റീവാണ്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഐബ്രോയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് മേക്കപ്പിൽ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐബ്രോ ഡിഫൈൻ ചെയ്യുന്നതും അതേപോലെ ലിപ്സ്റ്റിക്ക് ഇടുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐബ്രോ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം മേക്കപ്പ് എന്തോ ഒരു ഫിനിഷായ ഒരു ഫീൽ കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തത് നമ്മുടെ എന്താണ് ജസ്റ്റ് ഒരു സ്പൂലർ വെച്ചിട്ടൊന്ന് സ്പൂൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഐ ഷാഡോ പാലറ്റ് എടുക്കാം. അതിൽ ഈ ഒരു കളർ കേട്ടോ, ഇത് വെച്ചിട്ടാണ് ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫേസ് കട്ട് ചെയ്യാനും ജസ്റ്റ് അത് തന്നെയാണ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ ഈ കളർ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു നാച്ചുറൽ ഫീലും കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് രണ്ട് കണ്ണിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞാൻ വാട്ടർ ലൈനിൽ താഴെ ഒന്ന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് കട്ടായിപ്പോയതാണ്. അപ്പോൾ അതുപോലെ രണ്ട് കണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐലൈനറിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഞാൻ ഐലൈനർ എടുത്തിട്ടാണ് എഴുതിയത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ക്യാമറയിൽ നോക്കി എഴുതുന്നത് ഒരു റിസ്ക്കാണ്. പിന്നെ ഞാൻ മിററിൽ നോക്കിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ട് കണ്ണും നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാജലിലേക്ക് പോവാം. ഞാൻ ഫേസസ് കാനഡയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഫേവറേറ്റ് കുറച്ച് കാജൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം ഉടനെ തന്നെ. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഏത് ലുക്കായാലും ഞാൻ കണ്ണെഴുതും കേട്ടോ. കാരണം കണ്ണെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജസ്റ്റ് ഇതാ കണ്ണ് രണ്ടും എഴുതി കഴിഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഐബ്രോ ഡിഫൈൻ ചെയ്തില്ല ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് ബ്ലെൻഡായി കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് ആ ഷാർപ്പ് ലുക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ മാഴ്സിൻ്റെ ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ജസ്റ്റ് അകത്തും കൂടെ ഒന്ന് ഷെയ്ഡൊന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എടുക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് മില എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, നല്ല ക്രീമി ടെക്സ്ചറാണ്. നല്ല എന്താണ് പറയുന്നത്, നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളൊരു ഷെയ്ഡുമാണ് കേട്ടോ, ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ അത് വെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്കൊരു ചെറിയ പൊട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുഞ്ഞു കല്ലിൻ്റെ പൊട്ടാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കമ്മലെടുത്തിട്ടുള്ളത് ഈ ഒരു സിൽവർ ജുമുക്കയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ സെക്കൻഡ് സ്റ്റഡ് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് പേളിൻ്റെ സ്റ്റഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ സ്റ്റഡൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ വാച്ചും ബ്രേസ്ലെറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കൂടുതലും ഈ സിൽവർ വാച്ചും സിൽവർ കമ്മൽ, അതായത് നമ്മളിപ്പം സിൽവറാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഫുൾ കാര്യങ്ങളും സിൽവറായിട്ട് വരും. അപ്പോൾ അത് കമ്മലായാലും മാലയായാലും ചെയിനായാലും ബ്രേസ്ലെറ്റ് ആയാലും വാച്ചായാലും എല്ലാം സിൽവറായിരിക്കും. ഗോൾഡാണെങ്കിലും എല്ലാം ഗോൾഡ് തന്നെ പെയർ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ മുടി കെട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ജസ്റ്റ് കുറച്ച് പാർട്ടീഷൻ എടുത്ത് ട്വിസ്റ്റ് ചെയ്യുക, കെട്ടുക, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അങ്ങനെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ എനിക്ക് തോന്നി എൻ്റെ ലിപ്സ്റ്റിക്കിൽ കളറിലൊരു ചേഞ്ച് വരുത്താം കേട്ടോ. ഞാൻ കുറച്ച് റെഡ് കളർ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ 2 കളർ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കളർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പേളിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചീക്ക് ബോൺസും നമ്മുടെ നോസ് ബ്രിഡ്ജൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.